കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. മസാല ബോണ്ട് കേസിൽ ഇത് മൂന്നാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നത്. ഈ മാസം 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനുണ്ടെന്ന കാരണം കാണിച്ച് കഴിഞ്ഞ 12-ാം തീയതി ഹാജരാകാനുള്ള നിർദ്ദേശത്തിൽ നിന്നും തോമസ് ഐസക് ഒഴിഞ്ഞുമാറിയിരുന്നു. ചട്ടം ലംഘിച്ച് പണം വകമാറ്റിയതിന് തെളിവുകളുണ്ടെന്നാണ് EDയുടെ നിലപാട്. അതേസമയം ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. അതില് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും നാള് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് കിട്ടാത്ത അതെനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ അറിഞ്ഞത് കിഫ്ബി ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിളിപ്പിച്ചപ്പോൾ കോടതിയിൽ പോയിട്ടില്ല. ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇപ്പൊ കോടതി അത് ഫയൽ ചെയ്യുന്നു. എന്നാൽ സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി പണം വിനിയോഗിച്ചതെന്നും വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്നുമാണ് കിഫ്ബിയുടെ വാദം. വിദേശ പണവിനിമയ നിയമത്തിന്റെ ലംഘനം എന്ന പേരിൽ ED കിഫ്ബി ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കാണിച്ച് കിഫ്ബിയും തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഇത് തള്ളിയ സാഹചര്യത്തിലാണ് ED വീണ്ടും നോട്ടീസ് അയച്ചത്. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അമൃത ന്യൂസ്, കൊച്ചി.